ഭഗവാൻ മഹാദേവന്റെ 7 താണ്ഡവങ്ങളിൽ ഏറ്റവും പ്രധാനം രുദ്രതാണ്ഡവം ആണെന്ന് പറയപ്പെടുന്നു. ശിവഭഗവാൻ സംഹാര രുദ്രനായി ആടിയ ഈ താണ്ഡവത്തെ അതേപോലെ വർണ്ണിക്കുന്നതാണ് ശിവതാണ്ഡവ സ്തോത്രം. പഞ്ചചാമരം എന്ന സംസ്കൃത വൃത്തത്തിൽ എഴുതപ്പെട്ട ശിവതാണ്ഡവ സ്തോത്രം രാക്ഷസരാജനായ രാവണനാണ് രചിച്ചത്. ഒരിക്കൽ പുഷ്പക വിമാനത്തിൽ ആകാശമാർഗം സഞ്ചരിക്കുകയായിരുന്ന രാവണൻ കൈലാസത്തിന്റെ നേരെ എത്തുകയും കൈലാസത്തിന്റെ കാവൽക്കാരനായ നന്ദികേശനാൽ തടയപ്പെടുകയും ചെയ്തു. സ്വന്തം ശക്തിയിൽ അമിത വിശ്വാസം മൂലം അഹങ്കരിച്ചിരുന്ന രാവണൻ കൈലാസം എടുത്ത് അമ്മാനമാടാൻ ശ്രമിച്ചു. ഇതിനായി തന്റെ 20 കൈകളും കൈലാസത്തിന്റെ ചുവട്ടിൽ ഉറപ്പിച്ച് കൈലാസത്തെ ഉയർത്താൻ ശ്രമിക്കുകയും ആ അവസരത്തിൽ പരമശിവൻ കാലിന്റെ തള്ളവിരലാൽ കൈലാസത്തെ താഴേക്ക് അമർത്തുകയും ചെയ്തു. 20 കൈകളും കൈലാസത്തിന് കീഴിൽ ഞെരിഞ്ഞ രാവണൻ പ്രാണവേദനയാൽ തന്റെ അഹങ്കാരം തിരിച്ചറിഞ്ഞു. തുടർന്ന് രാവണൻ പരമശിവനെ പ്രീതിപ്പെടുത്താനായി ശിവതാണ്ഡവ സ്തോത്രം ജപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വായിക്കാനോ ഉച്ചരിക്കാനോ എളുപ്പമല്ലെങ്കിലും ഭക്തിയുള്ള ഒരാൾക്ക് ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ഇത് ചെയ്യാൻ കഴിയും. പ്രദോഷ മുഹൂർത്തത്തിൽ ഈ സ്തോത്രം വളരെ പ്രധാനമാണ്. ഭക്തിയോടെ പ്രദോഷത്തിൽ ഇത് ജപിക്കുന്നവർക്ക് ഇത് വളരെയധികം ആത്മീയവും ലൗകികവുമായ നേട്ടങ്ങൾ നൽകുന്നു. എല്ലാ തരം നെഗറ്റീവ് എനർജികളെയും നമ്മളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ സ്തോത്രത്തിന് കഴിവുണ്ട്. വളരെയധികം മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിൽ, ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ സ്തോത്രം ഒന്ന് ചൊല്ലി നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് ഊർജം നിറയുന്നതായും എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്ത് ലഭിക്കുന്നതായും നിങ്ങൾക്ക് മനസ്സിലാവും.